ഹായ് ഹലോ പ്ലീസ് കേഡ്മി മദർ യൂണോസ് എന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള വ്യക്തികളുടെ പേഴ്സണ് തേർഡ് പാർട്ടി ഉണ്ടോ? പ്ലീസ് കേഡ്മി മദർ യൂണോസ് തേർഡ് പാർട്ടി ഉണ്ടോ? ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, പ്രാർത്ഥിച്ചതിന് ശേഷം ഓക്കെ പ്ലീസ് കേഡ്മി മദർ യൂണോസിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. എന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ? എൻ്റെ വ്യൂസിനെ ചതിച്ചുകൊണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ? ഫസ്റ്റ് സെക്കൻഡ് ഓക്കെ, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. വീഡിയോ ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നല്ല രീതിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ഇതിലൊരു കാർഡ്സ് എടുക്കാം. പ്ലീസ് കേഡ്മി മദർ യൂണോസിൻ്റെ ശക്തമേറിയ എനർജിയെ അയക്കുന്നു. എന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള വ്യക്തികളുടെ പേഴ്സൻ്റെ ഇടയിൽ ലവ് തേർഡ് പാർട്ടീസ് ഉണ്ടോ? എൻ്റെ വ്യൂസിനെ ചതിച്ചുകൊണ്ട് ലവ് തേർഡ് പാർട്ടീസ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടോ? ഓക്കെ, താങ്ക് യു. ഫസ്റ്റ് കാർഡ് എടുക്കുകയാണ്. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ പേഴ്സണ് ലവ് തേർഡ് പാർട്ടി ഉണ്ടോ എന്ന് ചോദിച്ചതിൽ പെട്ടെന്ന് അവരുടെ ലൈഫിലേക്ക് ഒരു ചേഞ്ച് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്തിലോട്ടോ ഒരു അട്രാക്ഷൻ നിങ്ങളുടെ രീതിയിലേക്ക് നിങ്ങളുടെ നേരെ വന്നിരുന്നതായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഇപ്പോൾ മറ്റൊരു ദിശയിലൂടെ കടന്നു പോകുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം മറ്റേതോ ഒരു വ്യക്തിയല്ല, ഇവിടെ ഒരു സാഹചര്യത്തെയാണ് കാണിക്കുന്നത്. സാഹചര്യം തേർഡ് പാർട്ടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു ലവ് തേർഡ് പാർട്ടിക്ക് പകരം ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒന്നിലധികം സിറ്റുവേഷനുകൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിലേക്ക് കടന്നു വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് അതുപോലെ തന്നെ ഇവിടെ ഒരു മാരേജ് കാർഡാണ് വന്നിരിക്കുന്നത്. അവരവരുടെ വിജയത്തിന് വേണ്ടി അവരുടേതായിട്ടുള്ള ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് 6 നമ്പറും കൂടിയാണ് വന്നിരിക്കുന്നത്. ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജി തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തത് ഒരു റിലേഷൻഷിപ്പിലോട്ട് തന്നെയാണ് പോകുന്നത്. തേർഡ് പാർട്ടി ഉണ്ട്. എന്നാൽ ഫസ്റ്റ് കാർഡ് ഇവിടെ സാമ്പത്തികം, ജോലി, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് മൈൻഡ് ഡൈവേർട്ട് ചെയ്തിരിക്കുന്നു. അവരുടെ ഗ്രോത്തിന് വേണ്ടി മാറി നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജി. രണ്ടാമത്തെ കാർഡ്സ് റിലേഷൻഷിപ്പിലേക്കാണ് അവർ കടന്നു പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പം നിങ്ങൾ ഇത് പേഴ്സണൽ റീഡിംഗ് എടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലൊരു കറക്റ്റ് ക്ലാരിറ്റി ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സ് വിഷമിക്കേണ്ട. എന്തായാലും തേർഡ് പാർട്ടിയിലേക്ക് കടന്നു പോകുന്നത് ചിലപ്പം ഒരു കർമ്മ അനുഭവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ആ കർമ്മ അനുഭവിച്ചിട്ട് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി